ഗ്ലാസ് ഹാൻഡ് റെയിൽസ് എന്ന് പറയുമ്പോൾ പല ടൈപ്പിൽ ചെയ്യാം, പല മോഡലിൽ, പല ഡിസൈനിൽ, പല പ്രീമിയം തരത്തിൽ. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിലുള്ള ഒരു തരത്തിൽ, ഒരു പ്രീമിയത്തിലുള്ള ഒരു ഗ്ലാസ് ഹാൻഡ് റെയിൽസ് ആണ്. നമസ്കാരം, ഞാൻ ആകാശ് അഗസ്റ്റിൻ. ഗ്ലാസ് ആം വിൻഡോസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ സൗരഭ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ചെയ്ത ഒരു വീട്ടിലാണ്. പണ്ടൊക്കെ ഒരു കണ്ടംപററി വീട് അല്ലെങ്കിൽ വീട് റെസിഡൻഷ്യൽ പ്രൊജക്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ സ്റ്റെയർ കേസ് ഹാൻഡ് റെയിൽസ് എന്നൊക്കെ പറയുന്നത് വീടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ആരും കാണാത്ത ഒരു മൂലയിലായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഗ്ലാസ് ഹാൻഡ് റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ആ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ഏരിയയിലായിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ പുറകിൽ ഈ കാണുന്ന ഈ പ്രീമിയം ഹാൻഡ് റെയിൽസിനെ പറ്റിയാണ്. ഇവിടുത്തെ ഒരു ഗ്ലാസ് ഹാൻഡ് റെയിൽ ഡിസൈൻ എന്ന് പറയുമ്പം ഫസ്റ്റ് നമ്മൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ്ലി ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് ലാൻഡിങ്ങിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴേക്കും ആ ഒരു സൈഡിലേക്കും ഗ്ലാസ് ഹാൻഡ് റെയിൽസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി അത് കൂടാതെ ഇതിൽ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇത് കാണുമ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഹാൻഡ് റെയിൽ ആണെങ്കിൽ പോലും നമ്മൾക്ക് ആ ഒരു ഹൈറ്റിൽ നിന്നും ഫ്ലോർ വരെ നമ്മൾക്ക് ഏകദേശം ഒരു സിംഗിൾ പീസ് ഗ്ലാസ് എന്ന രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളിതിൻ്റെ താഴെ ഒരു ട്രാക്ക് കൊടുത്തിട്ടുണ്ട്. ആ ട്രാക്ക് കൊടുത്ത് ഒരു സിംഗിൾ പീസ് ഗ്ലാസ്സിനെയാണ് നേരെ മുകളിലേക്ക് കൊണ്ടുപോവുകയും അത് സ്റ്റെപ്പുമായി കണക്ട് ചെയ്യുന്ന ഈ സ്റ്റഡുകൾ കൊടുത്തുകൊണ്ട് അതിനെ സ്ട്രെങ്തൻ ചെയ്യിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ഒരു എൻട്രി എന്ന് പറയുമ്പം നമ്മൾക്കിതിൻ്റെ ഒരു റൈറ്റ് സൈഡ് ഇവിടെ നമ്മൾ ഗ്ലാസ് ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് നമ്മൾ കുറച്ച് ഓപ്പൺ ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. കാരണം അവിടെ ഒരു വലിയൊരു സ്പേസിങ് വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു സൈഡ് ഓപ്പൺ കൺസെപ്റ്റ് എന്ന രീതിയിലേക്കാണ്. ഫസ്റ്റ് ടൈം നമ്മളിത് വരുന്ന സമയത്ത് ഈ ഒരു സൈഡിലും കൂടെ സ്റ്റെയർ കേസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഹാൻഡ് റെയിൽസ് കൊടുക്കാം എന്നൊരു തോട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എന്തുകൊണ്ട് നമ്മൾ കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിന് സൈഡിൽ കൊടുക്കുന്ന സമയത്ത് ഇതിനടിയിലേക്കാണ് ഈ ഗ്ലാസ് വന്ന് കയറുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുകളിലേക്ക് കൊടുക്കേണ്ടി വരും. മുകളിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഏകദേശം ഈ ഒരു സ്റ്റെപ്പിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്ററോളം ഉണ്ട്. പക്ഷേ നമ്മൾ മുകളിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്കിത് കുറച്ചും കൂടെ ചെറുതായി, നമ്മൾ കുറച്ചുകൂടെ കൺജസ്റ്റഡ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് ചെയ്തത്, ആ ഒരു സൈഡ് കൊടുക്കാതെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ്ലി കൊടുത്തുകൊണ്ട് നമ്മൾ നേരെ മുകളിലേക്ക് ആ എൻഡ് വരെ പോകുന്നു. ഫസ്റ്റ് ലാൻഡിങ്ങിൽ നിന്ന് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു 2 പീസ് ഗ്ലാസുകൾ കൊടുത്തിട്ടുണ്ട്. 12mm ടഫൻ ഗ്ലാസ് ആണ് നമ്മളിതിന് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള PVD കോട്ടഡ് ആയിട്ടുള്ള സ്റ്റഡുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റിൽ ഞാൻ ഇതിനു മുമ്പുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സ്റ്റഡുകൾ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് സ്റ്റഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് SS ഫിനിഷ്, ഗോൾഡ്, വുഡൻ ഫിനിഷ്, അങ്ങനെ പല ടൈപ്പും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് PVD കോട്ടഡ് ആണോ വാറണ്ടീഡ് ആണോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ കാലങ്ങൾ കഴിയുന്ന സമയത്ത് ഇതിന്റെ കോട്ടിങ് പോവുകയും ഇത് ഡാമേജ് വരികയും ചെയ്യും. അങ്ങനെ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഈ വുഡ് റിമൂവ് ചെയ്യണം, ഗ്ലാസ് റിമൂവ് ചെയ്യണം, അതിനുശേഷം സ്റ്റഡ് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്കത് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഗ്ലാസ് ഹാൻഡ് റെയിൽസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. കളറാണെങ്കിൽ PVD കോട്ടിങ് ആയിരിക്കണം. ഇനി അത് SS ഫിനിഷിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് 304 ഗ്രേഡിൽ വരുന്നതാണെന്നുള്ള ഉറപ്പ് വരുത്തണം. കാരണം ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിൽ 304 ഗ്രേഡിൽ കോട്ടിങ് വരെ വരുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ പോവുകയും ചെയ്യും. സോ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ ഇതേപോലെയുള്ള ഹാർഡ്വെയർസ് എടുക്കുന്ന സമയത്ത്. നമ്മൾ എന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുന്ന സമയത്ത് വളരെ വിശാലമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കയറി വരുന്നത്. നിങ്ങൾക്ക് ഈ ഏരിയ കാണാൻ പറ്റും. നമ്മൾ ആ ഏരിയയിൽ, ലാൻഡിങ് ഏരിയയിലെല്ലാം നമ്മൾ സ്റ്റഡല്ല സ്പൈഗോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. നമ്മളതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു A ടൈപ്പ് സ്പൈഗോട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും അത് ഈ ഒരു വുഡിനോട് മാച്ചായി പോകുന്ന രീതിയിലേക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു യൂണിഫോമാലിറ്റി അത് കുറച്ചുകൂടെ മാച്ചായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ രീതിയിൽ ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ തന്നെ നമ്മൾ ഈ രീതിയിലുള്ള A ടൈപ്പ് സ്പൈഗോട്ടുകൾ ചെയ്യുന്ന സമയത്ത് നമുക്കതിന് കൂടുതൽ സ്ട്രെങ്ത് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈവൻ ഈ ഒരു റെയില് ഇതിന് മുകളിൽ ഇല്ലെങ്കിൽ പോലും ഇതിന് വളരെയധികം സ്ട്രെങ്ത് ഉണ്ടാവും നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് A ടൈപ്പ് ഫിറ്റിങ്സ് കൊടുക്കുന്ന സമയത്ത്. കാരണം ഇത് ഓൾറെഡി നമ്മൾ ഈ ഫ്ലോറിലേക്ക് ഫിക്സ് ചെയ്യുന്നത് കെമിക്കലി യൂസ് ചെയ്തിട്ടാണ്. കെമിക്കലി യൂസ് ചെയ്ത് ഫിക്സ് ചെയ്യുമ്പോൾ പണ്ടൊക്കെ നമ്മൾ നോർമലി സ്പൈഗോട്ടുകൾ ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ആങ്കർ ബോൾട്ടാണ്. ആങ്കർ ബോൾട്ടിലും സ്ട്രെങ്ത് കൂടുതലാണ്. നമ്മൾ ഇതേപോലെയുള്ള A ടൈപ്പ് ഫിറ്റിങ്സുകൾ കെമിക്കലിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് വളരെയധികം സ്ട്രെങ്ത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈവൻ ഇതിന് മുകളിൽ ഈ വുഡിൻ്റെ റെയിൽ ഇല്ലെങ്കിൽ പോലും ഇത് വളരെയധികം സ്ട്രെങ്ത്തിൽ തന്നെയായിരിക്കും ഈ ഒരു ഗ്ലാസ് അവിടെ നിൽക്കുക. അതുകൊണ്ടാണ് കൂടുതലും നമ്മുടെ സൈറ്റുകളിൽ നമ്മൾ കൂടുതലും ഈ ഒരു ഫിറ്റിങ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൂടാതെ ഇത് വരുന്നത് PVD കോട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് വാറണ്ടീഡ് ആണ്. ഈവൻ വുഡൺ ഫിനിഷ് ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും ചാമ്പ്യൻ, ഗോൾഡ്, ഏത് കളേഴ്സ് ആണെങ്കിൽ പോലും ആ ക്വാളിറ്റിയോട് കൂടിയും വാറണ്ടിയോട് കൂടിയിട്ടുള്ള കളേഴ്സിലാണ് നമ്മൾ ചെയ്യുന്നത്.
ഈ വീട്ടിലെ വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. അതിമനോഹരമായ ഒരു ഗ്ലാസ് ബാൽക്കണി ഇവിടെയുണ്ട്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.